ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മുടെ മെയിൻ ചാനലിൽ ചെയ്ത ഒരു വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. ആ ഒരു വീഡിയോ ഞാൻ ഇന്നലെ എൻ്റെ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തപ്പോൾ ഏകദേശം 3 ലക്ഷം പേര് കണ്ടു. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തപ്പോൾ ഏകദേശം 30,000 പേരോളം ആ ഒരു വീഡിയോ കണ്ടു. എന്തുകൊണ്ട് ആ ഒരു വീഡിയോയ്ക്ക് അത്രയും വ്യൂവർഷിപ്പ് കിട്ടി? അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ. ഞാൻ അവിടെ ഒരു ചെറിയ തരികിട ഒപ്പിച്ചു. ആ ഒരു വീഡിയോയുടെ തമ്പലൈൻ അട്ടർ ഫേക്ക് ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു വീഡിയോ കാണുവാണ്ട് ആളുകൾ ഓടിയെത്തിയത്. നമ്മുടെ ടോപ്പിക്ക് രേണുസുതിയായിരുന്നു. രേണുസുതിയുടെ അസുഖത്തെക്കുറിച്ച് ഞാൻ ചെയ്ത ഒരു വീഡിയോ ആയിരുന്നു. ആ ഒരു വീഡിയോയുടെ തമ്പലൈൻ ഇപ്രകാരമായിരുന്നു: രേണുസുതിയുടെ ക്യാൻസർ വ്യാജം, RCCയിൽ ടെസ്റ്റ് നടത്തും. അങ്ങനെ ഒരു തമ്പലൈൻ വെച്ചുകൊണ്ട് എന്തുകൊണ്ട് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്, അതായത് രേണുസുതി അവരുടെ ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തെക്കുറിച്ച് തുറന്നു പറച്ചിൽ നടത്തിയ ശേഷം പലരും അവരുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ ചെന്ന് അവർക്ക് ക്യാൻസർ ഇല്ല, വെറുതെ അഭിനയിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് കമന്റുകൾ ഇടുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതുകൂടാതെ അത്തരത്തിൽ വരുന്ന കമന്റുകളെല്ലാം തന്നെ അവർ സ്ക്രീൻഷോട്ട് എടുത്ത് ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ആയിട്ട് വിടുന്നുണ്ട്. സോ അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ആ ഒരു വിഷയത്തിൽ പ്രതികരിക്കണമെന്ന് തോന്നി. അതുകൂടാതെ എൻ്റെ പോലും കമന്റ് ബോക്സിൽ വന്നിച്ച് പറയുന്നുണ്ട് അവർക്ക് ക്യാൻസർ ഒന്നുമില്ല, അവൾ നടത്തുന്നത് തട്ടിപ്പാണ്. ഈ സ്വർണ്ണക്കടത്ത് പോലുള്ള ആരോപണങ്ങൾ നേരിടുന്ന പശ്ചാത്തലത്തിൽ ആ ഒരു കേസിൽ നിന്ന് തടി തപ്പുവാൻ വേണ്ടിയിട്ട് രേണുസുതി കണ്ടെത്തിയ ഒരു അടവാണ് ഈ ക്യാൻസർ രോഗം എന്ന് പറയുന്നത്. സോ അതിനൊരു വിശദീകരണം നൽകണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തത്. ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ, കോട്ടയം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന സ്ഥാപനം ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, രേണുസുതിയുടെ അച്ഛൻ തങ്കച്ചന്റെ കുടുംബ സ്വത്തല്ല, മറിച്ച് അതൊരു സർക്കാർ സ്ഥാപനമാണ്. അങ്ങനെയുള്ളൊരു സർക്കാർ സ്ഥാപനത്തിൽ കേവലം ഒരു സോഷ്യൽ മീഡിയ റീച്ചിന് വേണ്ടി രേണുസുതി നടത്തുന്ന ഒരു നാടകത്തിന് കൂട്ടുനിൽക്കുവാനായിട്ട് ഒരു ഡോക്ടറും തയ്യാറാവില്ല. അവിടെ കൃത്യമായിട്ട് ടെസ്റ്റുകളും മറ്റു കാര്യങ്ങളും ചെയ്ത ശേഷം മാത്രമേ അവരെ അഡ്മിറ്റ് ചെയ്യത്തുള്ളൂ. അതും മെഡിക്കൽ കോളേജിലെ ക്യാൻസർ വാർഡിലെ ICUവിൽ അവരെ അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് ആ ഒരു രോഗം അല്പമെങ്കിലും ഗുരുതരമായിരിക്കണം. അതുകൊണ്ടാണ് അന്ന് അവരെ അഡ്മിറ്റ് ചെയ്തത്. അന്നത്തെ അവരുടെ സാഹചര്യം എന്ന് പറയുന്നത് അവർക്ക് ഒന്ന് എഴുന്നേറ്റ് ബാത്റൂമിൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ആ ഒരു സിറ്റുവേഷനിലായിരുന്നു അന്ന് രേണുസുതിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. ഞാൻ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് അന്വേഷിച്ചു. എന്തായാലും അങ്ങനെയൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് ഇതിലൊരു വിശദീകരണം നൽകണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ആ ഒരു വീഡിയോ ചെയ്തത്. അതിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, രേണുസുതി സോഷ്യൽ മീഡിയ റീച്ചിന് വേണ്ടിയിട്ട് ഒരു പക്ഷേ ഈ ഒരു നാടകം കളിക്കാൻ തയ്യാറായാൽ പോലും കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടറും ഒരു മെഡിക്കൽ സ്റ്റാഫും ഈ ഒരു തട്ടിപ്പിന് കൂട്ടുനിൽക്കില്ല. കൂട്ടുനിന്നു കഴിഞ്ഞാൽ ആ നിമിഷം അതിലൊരു എൻക്വയറി വരും. അതേപോലെ തന്നെ കുറ്റക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥരെ, ഇൻക്ലൂഡിങ് ഡോക്ടർ ഉൾപ്പെടുന്ന ആളുകളെ സർവീസിൽ നിന്ന് പുറത്താക്കും. പിന്നീട് അവർക്കൊരു ഹോസ്പിറ്റലിലും വർക്ക് ചെയ്യാൻ പറ്റില്ല. അത് ഞാൻ വ്യക്തമായിട്ട് ആ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. പലർക്കും അത് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. കാരണം ആ ഒരു മിസ്ലീഡിങ് തംബ്നെയിലുമായി കണ്ടുവന്ന ആളുകൾക്ക് ആ വീഡിയോയ്ക്കുള്ളിൽ ചെറിയ മിസ്ലീഡിങ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, ഞാൻ അതിനകത്ത് മറ്റൊരു യൂട്യൂബറെയും കൂടി കോട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇതും കൂടി കണ്ടപ്പോൾ ആകപ്പാടെ ആളുകൾക്ക് ഒരു കൺഫ്യൂഷൻ വന്നു. ചിലരൊക്കെ ആ വീഡിയോ തച്ചിരുന്ന് സൂക്ഷിച്ച് കണ്ടപ്പോൾ അവർക്ക് ഞാൻ ഉദ്ദേശിച്ച കണ്ടന്റ് എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലായി. എന്തായാലും രേണുസുതിയുടെ ഈ ക്യാൻസർ എന്ന് പറയുന്നത് വ്യാജമല്ല. ഞാൻ ഏകദേശം ജൂൺ 5-ാം തീയതി അറിഞ്ഞതാണ് രേണുസുതിയുടെ ക്യാൻസർ 3-ാം സ്റ്റേജിലാണ്. ഒരു പക്ഷേ അവരുടെ ബ്രസ്റ്റ് പോലും സർജിക്കലി റിമൂവ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് പോയേക്കാം എന്നുള്ള കാര്യം. അതിന് ദിവസങ്ങൾ കഴിഞ്ഞാണ് രേണുസുതി ഒരു ഓൺലൈൻ മാധ്യമത്തിന് ആ ഒരു ഇന്റർവ്യൂ നൽകുന്നത്. അങ്ങനെ അവർ ആ ഇന്റർവ്യൂയിലൂടെയാണ് നമ്മൾ പബ്ലിക്കിനോട് തുറന്നു പറയുന്നത്, എനിക്ക് ക്യാൻസർ ആണ്, ബ്രസ്റ്റിലാണ് ക്യാൻസർ എന്ന് അവർ പറഞ്ഞത്. പക്ഷെ അന്നും അവരൊരു കള്ളം പറഞ്ഞിരുന്നു. അവരുടെ 15-ാമത്തെ വയസ്സിൽ അവരുടെ ബ്രസ്റ്റിൽ ഒരു മുഴ വന്നിട്ടുണ്ട്, ആ മുഴ ഓപ്പറേറ്റ് ചെയ്ത് മാറ്റിയില്ലെങ്കിൽ ഭാവിയിൽ ക്യാൻസറായി മാറുമെന്ന് അന്ന് 15 വയസ്സുള്ള രേണുസുതിയോട് ഒരു ഡോക്ടർ പറഞ്ഞു തന്നു. സോ ആ ഒരു കള്ളം അവർ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത്. രേണുസുതി സുവിശേഷകയാകാൻ പോകുന്നു, ക്യാൻസർ രോഗത്തിന്റെ വെളിപ്പെടുത്തലിൽ കുഞ്ഞു കുഞ്ഞു നുണകളും എന്ന് പറഞ്ഞുകൊണ്ട്. എന്തായാലും ആ വീഡിയോയും ആളുകൾ അത്യാവശ്യം കണ്ട ഒരു വീഡിയോ തന്നെയാണ്. ചില കാര്യങ്ങളിൽ അവർ നുണ പറയുന്നു എന്നല്ലാതെ അവർക്ക് ഈ അസുഖമില്ല എന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. അവർ ഇപ്പോൾ അതിൻ്റെ 4th സ്റ്റേജിലോട്ട് കടന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. പിന്നെ അതുകൂടാതെ അവർക്ക് വേറെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതായത് ഇവർ പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിക്കില്ല, അങ്ങനെയുള്ള കുറേയധികം വിഷയങ്ങൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്.
അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള ക്ഷീണവും തളർച്ചയും മറ്റു കാര്യങ്ങളും എല്ലാം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അവരെ ബാധിച്ചിട്ടുണ്ട്. അതിനിടയിലായിരുന്നു ആ കിച്ചുവുമായി ബന്ധപ്പെട്ട വിവാദം വന്നത്. സോ ആ ഒരു വിവാദത്തിൽ കിച്ചുവിന്റെ വെർഷൻ ഞാൻ എടുത്തു വെച്ച് വീഡിയോ ചെയ്തു. പക്ഷെ പിന്നീട് രേണുവിന്റെ ആ ഒരു വെർഷൻ അത് ഞാൻ എടുത്തു വെച്ച് ചെയ്തില്ല. അതിന് കാരണം മറ്റൊന്നുമല്ലായിരുന്നു. ആ വീഡിയോ എനിക്ക് അയച്ചു തന്നത് എൻ്റെ വെൽവിഷർ ആയിട്ടുള്ള ഒരു ചേച്ചിയായിരുന്നു. ആ ചേച്ചി എന്നോട് പറഞ്ഞത്, എടാ നീ ഇത് ചെയ്യരുത്, നിനക്കറിയാവുന്ന പല രഹസ്യങ്ങളും നീ അറിയാതെ വിളിച്ചു പറഞ്ഞു പോകും. അതേപോലെ തന്നെ എൻ്റെ അമ്മയും എന്നോട് പറഞ്ഞു, എടാ ഇത് ചെയ്യണ്ട, കാരണം മറ്റൊന്നുമില്ല, ഇത് ചെയ്തു വരുമ്പോൾ ഇത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു പക്ഷേ രേണുവിന്റെ നിയന്ത്രണം വിട്ട് അവരെന്തെങ്കിലും വിളിച്ചു പറയുകയോ എന്തെങ്കിലും കടുങ്കൈ ചെയ്യുകയോ ചെയ്യാം. അതുകൊണ്ട് ആ ഒരു ക്രാക്ക് നീ വാങ്ങി തലയിൽ വെക്കണ്ട, നീ ഒരു വിഷയം ചെയ്യണ്ട എന്ന് പറഞ്ഞു. സോ ഞാൻ അത് ചെയ്തില്ല. ഞാൻ പകരം മറ്റ് സബ്ജക്റ്റുകളിലേക്ക് തിരിഞ്ഞു. അതിനകത്ത് പ്രധാനപ്പെട്ട റൂഹി ജാൻ എന്ന് പറയുന്ന ഒരു മേഡത്തിന്റെ വീഡിയോ എടുത്ത് വെച്ചായിരുന്നു ഞാൻ റിയാക്ട് ചെയ്തത്. അതിനകത്ത് സജന നൂർ, രേണു സുധി, അങ്ങനെ കുറെ അധികം ആളുകളുടെ പേരുകൾ പറയുന്നുണ്ട്, സ്വർണ്ണക്കടത്ത് മാഫിയയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ നേരിടുന്ന വ്യക്തികളെ കുറിച്ച്. സോ അങ്ങനെയൊക്കെ ഞാൻ ആ വീഡിയോ ചെയ്ത് അങ്ങ് ഒഴിഞ്ഞു മാറി നിന്നു. അതിനുശേഷം ഇന്നലെയായിരുന്നു ബിഷപ്പ് നോബിൾ ഫിലിപ്പ് അമ്പലവയൽ എന്ന് പറയുന്ന വൈദികന്റെ ഇന്റർവ്യൂ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അതിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് പലരും വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ വിമർശിച്ചും അനുകൂലിച്ചും എല്ലാം നിരവധി ആളുകൾ വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ അതിനകത്ത് ചെയ്തത് ആരെയും വിമർശിക്കാണ്ട് നിന്നില്ല, അനുകൂലിക്കാണ്ട് നിന്നില്ല. ഞാൻ ജസ്റ്റ് ആ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ എൻ്റെ ഭാഗം ജസ്റ്റ് ആയിട്ട് ഒന്ന് പറഞ്ഞു പോയി. അവിടെ ഞാൻ ആരെയും ന്യായീകരിക്കാനോ വിമർശിക്കാനോ തയ്യാറായില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അത് ഏകദേശം 2000 പേരെ കണ്ടിട്ടുള്ളൂ. രേണുസുധിക്ക് ക്യാൻസർ ഇല്ല, അവർ പറയുന്നത് വെറും തട്ടിപ്പാണ് എന്ന് പറഞ്ഞ് ഞാൻ ചെയ്ത ഒരു വീഡിയോയ്ക്ക് നല്ല റീച്ചും കിട്ടി. പക്ഷെ ആ വീഡിയോ ആ തമ്പ്ലയും കണ്ട് വന്ന് കയറി കണ്ട ആളുകൾ പിന്നീടാണ് അതിനകത്തെ ചതി മനസ്സിലാക്കിയത്. അതായത് ഞാൻ കൃത്യമായിട്ട് അവരുടെ അസുഖത്തെക്കുറിച്ചായിരുന്നു പറഞ്ഞത്. പിന്നെ ഈ ചിലർ പറയുന്നുണ്ട് രേണുസുധി ഈ സ്വർണ്ണക്കടത്ത് പോലുള്ള ആരോപണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ക്യാൻസർ എന്ന് പറയുന്ന രോഗമുണ്ടെന്ന് പറയുന്നത്. സോ അങ്ങനെ പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, രേണുസുധിക്ക് വേണമെങ്കിൽ ഒരു പക്ഷേ നിങ്ങളൊക്കെ പറയുന്ന മെഡിക്കൽ കോളേജിലെ സ്റ്റാഫുകളെ സ്വാധീനിച്ച് ഈ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു വിഷയവുമായി അന്വേഷണത്തിൽ വരുന്ന ഏജൻസികൾ അവർ ഈ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വിശ്വസിക്കണമെന്നില്ല. അവർ മറ്റേതെങ്കിലും ഒരു സ്ഥാപനത്തിൽ, നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള പല ക്യാൻസർ റിസർച്ച് സെന്ററുകളുണ്ട്, അവിടെയൊക്കെ കൊണ്ടുപോയി ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അന്നേരം അവർക്ക് മനസ്സിലാകും ഇതിനകത്ത് ഇവർക്ക് ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. അങ്ങനെ ക്യാൻസർ ഇല്ലെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത നിമിഷം രേണുസുധിക്കെതിരെ വേറൊരു FIR വീഴും, ചീറ്റിങ്ങിന്റെ. അത് ഈ പറയുന്ന ഡോക്ടർമാരുടെ പേരും വീഴും. അങ്ങനെ വരുമ്പോൾ 7 വർഷം മിനിമം ജയിലിൽ പോയി കിടക്കണം ഫോർദർ ഗെയിം. അതുകൂടാതെ ഏകദേശം 5 ലക്ഷം രൂപ പിഴയും. ഏതായാലും അത്രയും വലിയ മണ്ടത്തരം രേണുസുധി കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് കരീഷ്മയെ പോലെ ഒരു തവണ ജനപ്രതിനിധിയായിരുന്ന ഒരു വ്യക്തി അതിന് രേണുവിനെ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. സോ ഗൈസ്, ഇത്രയുള്ള നമ്മുടെ വീഡിയോ. ഈ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ബിഹൈൻഡ് ദ സ്റ്റോറി പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ചാനലിന് മാറ്റി വെക്കാം. കാരണം ഞാൻ ചെയ്യുന്ന പല വീഡിയോസിന് ബിഹൈൻഡ് ദ സ്റ്റോറീസ് അത് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. ആ ഒരു കാറ്റഗറിയിലേക്ക് ഈ ഒരു ചാനലിനെ ഞാൻ മാറ്റുകയാണ്. അപ്പം താല്പര്യമുള്ളവർ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.